തിരുവനന്തപുരം കാട്ടാക്കട നാടുകാണി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ മോഷണമുണ്ടായി. പഞ്ചലോഹ വിഗ്രഹവും വൈഡൂര്യക്കല്ലുകളും കവർന്നു. മോഷ്ടാക്കളിൽ ഒരാൾ പോലീസിന് പിടിയിലുമായിട്ടുണ്ട്. ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ്. സുനിഷ ഈലൂർ വിവരങ്ങളുമായി. സുനിഷ, എപ്പോഴാണ് ഈ മോഷണമുണ്ടായത്? ഒരാൾ പിടിയിലായിരിക്കുന്നു. ഇയാൾ പറഞ്ഞ വിവരങ്ങൾ എന്താണ്? സ്മൃതി, സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രിയാണ്. അതായത് കാട്ടാക്കട നാടുകാണി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹവും വൈഡൂര്യ കല്ലുകളുമാണ് നിലവിൽ കവർന്നതായി മനസ്സിലാക്കുന്നത്. അതായത് മറ്റൊരു മോഷണ ശ്രമത്തിനിടെ മോഷ്ടാക്കളിൽ ഒരാൾ ആര്യൻകോട് പോലീസിന്റെ പിടിയിലായിരുന്നു. ഇയാളെ സംശയാസ്പദമായി അവിടെ കണ്ടതിന് ശേഷമാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നതും. ഈ ചോദ്യം ചെയ്യലിലാണ് ഇങ്ങനെ ഈ ക്ഷേത്രത്തിലെത്തി പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിച്ചിട്ടുണ്ട് എന്ന് അയാൾ മൊഴി നൽകുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ അന്വേഷണത്തിലേക്ക് എത്തുന്നത് എന്നതാണ്. അതായത് ഈ പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിച്ചതിന് ശേഷം അത് മാരായമുട്ടത്തെ ഒരു വീട്ടിൽ ഒളിപ്പിച്ചു എന്നുള്ളതാണ് കള്ളൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. 110 കിലോ ഭാരമുള്ള ശാസ്താവിന്റെ പഞ്ചലോഹ വിഗ്രഹമാണ് നിലവിൽ കവർന്നിരിക്കുന്നത്. രാവിലെ ക്ഷേത്രം തുറക്കാനായി ഈ പൂജാരി എത്തിയപ്പോഴാണ് പ്രധാന ശ്രീകോവിലിന്റെ വാതിൽ പൊളിച്ച നിലയിൽ കാണുകയും ചെയ്തത്. പിന്നാലെയാണ് ഈ പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ഈ മുരുകൻ സ്വാമിയുടെ കോവിൽ, ഗണപതി കോവിൽ, അങ്ങനെ ഈ രണ്ട് കോവിൽ ശ്രീകോവിലിന്റെയും വാതിൽ പൊളിച്ചിരുന്നൊരു സാഹചര്യത്തിലായിരുന്നു ഈ വിഗ്രഹം മറിച്ചിട്ട നിലയിലും കാണാൻ കഴിയുമായിരുന്നു. പോലീസ് പറയുന്നത് ഇവിടെ വൈഡൂര്യമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കള്ളൻ ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ മറിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ മോഷ്ടിച്ച പഞ്ചലോഹ വിഗ്രഹം അത് ഇളക്കി മാറ്റി പാറയിടുക്കിലൂടെ 1/2 കിലോമീറ്ററിലധികം വലിച്ചിഴച്ചാണ് കടത്തിയത് എന്നും പോലീസ് പറയുന്നുണ്ട്. നിലവിൽ ഏതായാലും ഒരു മോഷ്ടാവിനെ പിടികൂടിയിട്ടുണ്ട്. ഇനി അടുത്ത മറ്റാരാണുള്ളത്, ഇതെവിടേക്ക് കടത്താനായിരുന്നു ഉദ്ദേശിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആര്യൻകോട് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ്. സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്.